ദൈവനാമം മഹത്വപ്പെടട്ടെ. ക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങളായ കൃപയും സമാധാനവും പങ്കിടുവാനുള്ള ആഹ്വാനമാണ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് നൽകുന്നത്. എബ്രായ ഗ്രീക്ക് അഭിവാദന രീതികളുടെ ഒരു സമ്മേളിത രൂപമാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പിതാവാം ദൈവം എല്ലാ നന്മകളുടെയും ഉറവിടമാകുന്നുവെന്ന അടിസ്ഥാന പ്രമാണം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറയും ലക്ഷ്യവുമാണ് കൃപയും സമാധാനവും. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനങ്ങളിൽ ഈ രണ്ട് വാക്കുകൾ വെറുതെ ഒരു വന്ദനമായി മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ജീവിതയാത്രയുടെ ആകത്തുകയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. കൃപ അഥവാ ചാരിസ്, സമാധാനം അഥവാ ഐറീൻ എന്നിവ കാരണവും ഫലവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. കൃപ എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിക്കപ്പെടാത്തതും ജീവൻ നൽകുന്നതുമായ ദിവ്യശക്തിയാണെങ്കിൽ, ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന ആഴത്തിലുള്ള പൂർണ്ണത, അനുരഞ്ജനം, ദൈവവുമായുള്ള കൂട്ടായ്മ എന്നിവയാണ് സമാധാനം. അവ ഒരുമിച്ച് മനുഷ്യപ്രകൃതിയുടെ പുനഃസ്ഥാപനത്തെയും തിയോസിസിലേക്കുമുള്ള അഥവാ ദൈവവൽക്കരണത്തിലേക്കുമുള്ള നമ്മുടെ സജീവവും അജീവനാന്തവുമായ യാത്രയെ പ്രതിനിധീകരിക്കുന്നത് ആണ്. അതുപോലെ പാപം മൂലമുണ്ടാകുന്ന വിടവ് നികത്തിക്കൊണ്ട് സൃഷ്ടാവുമായുള്ള മനുഷ്യത്വത്തിൻ്റെ അനുരഞ്ജനമാണ് ദൈവവുമായുള്ള സമാധാനം. കൃപ അർഹതയില്ലാത്ത ഒരു സമ്മാനമാണ്, അത് ദൈവത്തിൻ്റെ ദാനമാണ്. പക്ഷെ അതിന് മനുഷ്യ സഹകരണം ആവശ്യമാണ്. മനുഷ്യർക്ക് സ്വതന്ത്ര ഇച്ഛാശക്തിയുണ്ട്. വിശ്വാസം, മാനസാന്തരം, കൂദാശകൾ, സൽപ്രവർത്തികൾ എന്നിവയിലൂടെ ദൈവകൃപയിൽ പങ്കുചേരുവാൻ അവർ വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വീണുപോയ ദുഷിച്ച മനുഷ്യ സ്വഭാവത്തെ സുഖപ്പെടുത്തുകയും ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ശക്തിയാണ് കൃപ എന്ന് 2 പത്രോസ് 1:4 വെളിപ്പെടുത്തുന്നു. ഇത് ദൈവവൽക്കരണമാണ്. ദൈവശാസ്ത്രത്തിൽ ഈ ആശയങ്ങളുടെ ക്രമം നിർണായകമാണ്. ദൈവകൃപ സ്വീകരിച്ച് സഹകരിക്കുന്നതിലൂടെ മാത്രമേ ഒരു മനുഷ്യന് ദൈവിക സമാധാനം അനുഭവിക്കുവാൻ കഴിയൂ. കൃപയാണ് പ്രതിവിധിയെങ്കിൽ സുഖം പ്രാപിച്ച ആത്മാവിൻ്റെ അവസ്ഥയാണ് സമാധാനം. കൃപ എന്നത് മനുഷ്യരാശിയുടെ മേൽ ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹവും പുനഃസ്ഥാപകവുമായ സാന്നിധ്യമാണ്. ഇതൊരു സൗജന്യവും സമ്പാദിക്കാത്തതുമായ സമ്മാനമാണ്. ഇത് പലപ്പോഴും വിശ്വാസിയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യശക്തിയുടെ ഊഷ്മളതയും വെളിച്ചവുമായി അനുഭവപ്പെടുന്നു. ഫലമായി സമാധാനം എന്നത് അതിൻ്റെ സൃഷ്ടാവുമായി അനുരഞ്ജനം ചെയ്യപ്പെട്ട ഒരാത്മാവിൻ്റെ സ്വാഭാവിക ആത്മീയ അവസ്ഥയാണ്. കൃപ ആത്മീയ രോഗശാന്തി നൽകുന്നുവെങ്കിൽ, പാപം മൂലമുണ്ടാകുന്ന ആന്തരിക പ്രക്ഷുബ്ധത, ഭയം, വേർതിരിയൽ എന്നിവ നീക്കം ചെയ്യുന്നു. അതിനാൽ കൃപ എല്ലായ്പ്പോഴും സമാധാനത്തിന് മുമ്പുള്ളതും അത് നിലനിർത്തുന്നതുമാണ്. വിശ്വാസികൾക്ക് നിഷ്ക്രിയമായി കൃപ ലഭിക്കുന്നില്ല, മറിച്ച് അവർ അതിൽ പങ്കെടുക്കുകയാണ്. ദൈവഹിതവുമായുള്ള സജീവമായ സഹകരണമായ സിനർജിയിലൂടെ മാനസാന്തരം, പ്രാർത്ഥന, ദാനധർമ്മം എന്നിവയിലൂടെ ദൈനംദിന ജീവിതത്തിൽ കൃപ യാഥാർത്ഥ്യമാകുന്നു. ഇത് ആഴമേറിയതും നിലനിൽക്കുന്നതുമായ ആന്തരിക സമാധാനത്തിലേക്ക് നയിക്കുന്നു. സ്വന്തം ഇഷ്ടത്തിനല്ല, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് മുൻഗണന നൽകുന്ന യേശുക്രിസ്തുവുള്ള ദാസത്വം മുറുകെ പിടിച്ചുകൊള്ളുക. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി ലഭിക്കുന്ന രക്ഷയെയും ശക്തിയെയും അനുഭവിക്കുകയും പ്രതിസന്ധികളുടെ നടുവിലും ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ള ഉറപ്പും അതിലൂടെ ക്രിസ്തീയ സമാധാനവും അനുഭവിക്കുവാൻ നമുക്കെന്നും ഇടയാകും. കൃപയും സമാധാനവും എല്ലാവരുടെ മേലും ദൈവം ചൊരിയുമാറാകട്ടെ. ആമീൻ.